ഇനി വാവാണ്. സ്വരാക്ഷരങ്ങളിൽപ്പെട്ട രണ്ടാമത്തെ അക്ഷരമാണ് വാവ്. വാവിന് സാധാരണയായി വ എന്ന ഉച്ചാരണമാണ് ലഭിക്കുക. ഉദാഹരണം വറക്ക്, പേപ്പർ, സാവൻ, നാവ്. എന്നാൽ ഒരക്ഷരത്തോട് ചേർന്ന് സ്വരചിഹ്നമായി വ വരുമ്പോൾ ഊ, ഓ, ഔ എന്നീ 3 ഉച്ചാരണം ഉണ്ടാവുന്നതാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഉദാഹരണം നോക്കിയാൽ അലിഫ്, വാവ് സമം ഔ, ഓ, ഊ എന്ന 3 രൂപത്തിൽ വായിക്കും. സീൻ പ്ലസ് വാവ് അതിപ്പോൾ 3 രൂപത്തിൽ വായിക്കും. ഒന്ന് സു എന്ന് വായിക്കും, സോ എന്ന് വായിക്കും, സൗ എന്ന് വായിക്കും. അങ്ങനെ അക്ഷരങ്ങൾ ഓരോന്നും 3 സ്വരത്തിലും ഉച്ചരിക്കുക. അങ്ങനെ താഴത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഊ, ഓ, ഔ, ബൂ, ബോ, ബൗ, പൂ, പോ, പൗ, തു, തോ, തൗ. അങ്ങനെ എല്ലാ അക്ഷരങ്ങളും വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ അടിയിൽ അതിൻ്റെ ഉദാഹരണത്തിലൂടെ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക. ഓരോ പദങ്ങൾ വായിക്കുമ്പോഴും അതിൽ ഊ എന്ന സ്വരം, ഓ എന്ന സ്വരം, ഔ എന്ന സ്വരം 3 രൂപത്തിലുണ്ടാകും. ഉദാഹരണം പറഞ്ഞാൽ ഊണ്ട്, ആലു, ഊഞ്ച, മോർ, സോന, റോട്ടി, സൗ, ഔറത്ത്, മൗത്ത്. മനസ്സിലായില്ലേ? അതുപോലെ ഹുദ്, ഖുഷ് പോലെയുള്ള പേർഷ്യൻ പദങ്ങളിലെ കാണുന്ന വാവ് നീട്ടാതെ ഉച്ചരിക്കണം. ഖ്വായിഷ്, ഖ്വാബ് തുടങ്ങിയ പദങ്ങളിലെ വാവ് ഉച്ചരിക്കാറില്ല. അത് ചില പ്രത്യേക അക്ഷരങ്ങളെ പറ്റി പരിചയപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഇതാണ് സ്വരാക്ഷരങ്ങളിലെ വാവിൻ്റെ വിശദീകരണം.